ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ്. ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ഞങ്ങളുടെ നാടായ മണർകാട് നിന്നാണ്. ഞങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തായി കടലുള്ളത് ആലപ്പുഴയിലാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. റോഡിന് ഇടതുവശത്തായി AC കനാലും ചുറ്റും മനോഹരമായ പാടങ്ങളും കാണാൻ സാധിക്കും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ പള്ളിക്കുട്ടുമ ജംഗ്ഷൻ എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് വലത്തേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ പുളിങ്കുന്ന് പാലമെത്തും. പുളിങ്കുന്ന് പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം പുളിങ്കുന്ന് പള്ളി ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്രയായി. പുളിങ്കുന്ന് പള്ളി നമ്മളിൽ വളരെ പേർക്കും കണ്ടുപരിചയമുള്ള ഒരു പള്ളിയാണ്. വിണ്ണി താണ്ടി വരുവായ, സൗണ്ട് തോമ എന്നീ സിനിമകൾ ഈ മനോഹരമായ ദേവാലയത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പള്ളിയിൽ കുറച്ച് അധികം നേരം ചിലവഴിച്ചതിന് ശേഷം കണ്ണെത്താ ദൂരം പരന്നിടക്കുന്ന വയലുകളും കനാലുകളും പുഴകളും പിന്നിട്ട് ഞങ്ങൾ ആലപ്പുഴ ബീച്ച് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ആലപ്പുഴ നഗരവും കടന്ന് ആലപ്പുഴ ബീച്ചിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയായിരുന്ന സമയം. വെയിൽ കനത്ത് നിൽക്കുന്ന സമയമായിരുന്നത്. വളരെ കുറച്ച് പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദീർഘനേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് 400 മീറ്റർ ദൂരെയുള്ള ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ ടിക്കറ്റ് എടുത്ത് കയറി. ഒരാൾക്ക് 20 രൂപയും ഫോൺ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് 10 രൂപയുമായിരുന്നു അവിടുത്തെ ചാർജ്. 1868 തിരുവിതാംകൂറിലെ മുഖ്യ നഗരമായ ആലപ്പുഴയിൽ ഈ വിളക്കുമാടം നിർമ്മാണം പൂർത്തിയാക്കിയത്. കുത്തനെയുള്ള ധാരാളം പടിക്കെട്ടുകൾ കയറി വേണം 92 അടി ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിന് മുകളിലെത്താൻ. മുകളിലെത്തുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. ഒരു വശത്ത് പരന്നു കിടക്കുന്ന അറബിക്കടലും അതിനോട് അതിർത്ത് നിൽക്കുന്ന ആലപ്പുഴ ബൈപ്പാസും, മറുവശത്ത് ആലപ്പുഴ പട്ടണവും കാണാൻ ഒരു പ്രത്യേക ശാന്തം തന്നെയാണ്. ലൈറ്റ് ഹൗസിന് താഴോട്ട് നോക്കുമ്പോൾ കൊമേഴ്ഷ്യൽ കനാലും അതിനോട് ചേർന്നുള്ള ഒരു പാർക്കും കാണുവാൻ സാധിക്കും. ലൈറ്റ് ഹൗസിന് മുകളിൽ ജനത്തിരക്ക് കൂടുന്നതിനാൽ വളരെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് വളരെ വേഗം തന്നെ ഇറങ്ങി ഞങ്ങൾ പോയത് നേരത്തെ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് കണ്ട കൊമേഴ്ഷ്യൽ കനാലിലേക്കാണ്. ഒരു ചായയും കുടിച്ച് കുറച്ചു നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം നേരം വൈകാറായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു.